പാസീവ് വോയിസ് ആണ്. അപ്പൊ പരീക്ഷയിലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. നമുക്ക് എങ്ങനെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് എഴുതാം, അതുപോലെ അത്തരം സെന്റൻസുകളുടെ ആക്റ്റീവ് വോയിസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. പാസീവ് തന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് കണ്ടെത്തുക, ആക്റ്റീവ് തന്നു കഴിഞ്ഞാൽ പാസീവ് കണ്ടെത്തുക. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസുകളെ പാസീവിലോട്ട് മാറ്റാനാണ്. അപ്പൊ എന്താണ് ഈ ആക്റ്റീവ്, എന്താണ് പാസീവ് എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സെന്റൻസില് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി പറഞ്ഞാൽ അങ്ങനെയുള്ള സെന്റൻസുകൾക്ക് പറയുന്ന പേര് എന്തെന്ന് പറയും? ആക്റ്റീവ് വോയിസ്. എന്നാൽ അതേ സെന്റൻസിലെ ഒബ്ജക്റ്റിനെ നമ്മൾ മുന്നിലാക്കി അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പാസീവ് വോയിസ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിൽ തുടങ്ങുന്ന രീതിയിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അത് ആക്റ്റീവ്. ആ സെന്റൻസിലെ ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന രീതിയിൽ ആ സെന്റൻസിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പാസീവ് വോയിസ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, രാമൻ രാവണനെ കൊന്നു. ഇത് പറയുന്നത് ആക്റ്റീവ് വോയിസ്. ഇവിടെ രാമൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഇവിടെ രാവണൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, കൊന്നു എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ അതില് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പം രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് പാസീവ് വോയിസ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്, ആക്റ്റീവ്, പാസീവ്. അതില് നമ്മൾ വളരെ എളുപ്പത്തിലാണ് പഠിച്ചു പോകുന്നത്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ ആക്റ്റീവ്, പാസീവ് എഴുതുന്ന രീതിയാണ്. നമുക്ക് 4 തരം സെന്റൻസുകൾ ഉണ്ടെന്നറിയാം. ഒന്നാമത്തെ സെന്റൻസിന്റെ പേര് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസിന്റെ പേര് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തത് ഇമ്പരേറ്റീവ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. ഇതിലെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾക്കും ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾക്കും അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ, എക്സ്ക്ലമേറ്ററി അല്ല ഇമ്പരേറ്റീവ് സെന്റൻസുകൾക്ക് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? പാസീവ് വോയിസ് പറയാൻ പറ്റുള്ളൂ. എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസുകൾക്ക് പാസീവ് വോയിസ് ഇല്ല. നമ്മൾ പഠിക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. ഒരു ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് പാസീവ് വോയിസ് എഴുതാൻ പഠിക്കുന്നു. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ടെൻസിൽ പറയുന്ന എല്ലാ സെന്റൻസുകളുടെയും ആക്റ്റീവ്, പാസീവ് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചങ്ങ് തീർക്കാം. അപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഒരു 70% ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിച്ചു കഴിയും. അപ്പൊ നോക്കിയേ, എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ പറഞ്ഞോണം, തന്നിരിക്കുന്ന സെന്റൻസ് നൗണിലോ അല്ല എങ്കിൽ പ്രോനൗണിലോ തുടങ്ങി, നൗണിലോ പ്രോനൗണിലോ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. നൗൺ എന്ന് പറഞ്ഞാൽ അറിയാം, എന്തിന്റെയും പേരായ ശബ്ദങ്ങളാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. അപ്പൊ ഏതൊക്കെയാണ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഐ, അതുപോലെ വി, അതുപോലെ യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത് കൂടാണ്ട് വരുന്നതാണ് സംബഡി, സംവൺ, സംതിങ്, അതുപോലെ എനിബഡി, എനിവൺ, എനിത്തിങ്, അതുപോലെ നോബഡി, നോവൺ, നത്തിങ്, നണ്ണ്. ഇതൊക്കെ പ്രോനൗണിന്റെ കാറ്റഗറിയില് വരും. അപ്പൊ എന്താണ് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ പറഞ്ഞോളാം. ആദ്യം നമ്മൾ സെന്റൻസ് കണ്ടാൽ തിരിച്ചറിയണം സ്റ്റേറ്റ്മെന്റ് ആണോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസ് തുടങ്ങിയിരിക്കുന്ന ആദ്യത്തെ വാക്ക് നോക്കുക. അതൊരു നൗൺ ആയിരിക്കാം, അല്ല എങ്കിൽ പ്രോനൗൺ ആയിരിക്കാം. അങ്ങനെയുള്ള സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. കുട്ടികളെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന വിധമാണ് ഒരു ഇക്വേഷൻ പഠിക്കുക. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റില് ബീയിങ്, ബീന്, ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇക്വേഷൻ എങ്ങനെയാണ്? ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, പ്ലസ് ഓർ മൈനസ് ബീയിങ് അല്ലെങ്കിൽ ബീന്, ബി ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം, പ്ലസ് V3
പ്ലസ് ഓർ മൈനസ് RPS എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് എങ്ങനെ കണ്ടെത്താം, എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞു തരും. ബൈ പ്ലസ് സബ്ജക്റ്റ്. കുട്ടികളിൽ ചില ഇക്വേഷനിൽ പ്ലസ്സും ഉണ്ട്, അതുപോലെ പ്ലസ് ഓർ മൈനസും ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്ലസ് ഇട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പായിട്ടും എടുത്തെഴുതണം. പ്ലസ് ഇട്ട് പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. ചില സെന്റൻസുകളിൽ ബീയിങ് ബീന് ബി വേണം, ചില സെന്റൻസിൽ വേണ്ട. അതുകൊണ്ടാണ് ചിലതിൽ വേണം, ചിലതിൽ വേണ്ട. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയുന്നത്. പ്ലസ് ഓർ മൈനസ് ചിലതിൽ സെന്റൻസിൽ ബീയിങ് ബീന് ബി ചേർത്ത് എഴുതാം, ചില സെന്റൻസുകളിൽ വേണ്ട. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ പറയും. പ്ലസ് ഇട്ട് പറയുന്ന വാക്കുകൾ ഉറപ്പായിട്ടും പാസീവ് വോയിസിൽ എഴുതണം. പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയുന്ന വാക്കുകൾ സെന്റൻസിനനുസരിച്ച് എഴുതിയാൽ ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ എഴുതണ്ട. അപ്പൊ ഇക്വേഷൻ ഒന്നും കൂടെ പറഞ്ഞേ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS ബൈ പ്ലസ് സബ്ജക്റ്റ്. നോക്കിയേ, മുകളിൽ രണ്ട് സെന്റൻസ് തന്നിരിക്കുന്നുണ്ടോ. രാഹുൽ ഈസ് റൈറ്റിംഗ് എ നോവൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് രാഹുൽ എന്ന് പറയുന്ന വാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, അതുകൊണ്ട് നൗണിൽ തുടങ്ങിയിരിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അടുത്ത സെന്റൻസ് നോക്കിയേ. ഹി റൈറ്റ്സ് എ നോവൽ. ഹി എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്, പ്രോനൗണിൽ തുടങ്ങിയിരിക്കുന്നുണ്ട്, അതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇക്വേഷൻ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. പാസീവ് വരുന്ന ഇക്വേഷൻ ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇനി എന്താണ്, എങ്ങനെയാണ് ഈ ഇക്വേഷൻ അനുസരിച്ച് പാസീവ് വോയിസ് എഴുതാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. കുട്ടികൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഏതൊരു സെന്റൻസിലും ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് കണ്ടെത്തുന്നത്. തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, മുകളിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്. രാഹുല് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, റൈറ്റിംഗ് എന്ന് പറയുന്നത് വെർബാണ്, എ നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അത് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, റൈറ്റ്സ് എന്ന് പറയുന്ന വെർബാണ്, എ നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എ നോവല് ഒബ്ജക്റ്റ്. അപ്പൊ വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്. അതെന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ആദ്യം അങ്ങ് എടുത്തെഴുതുക, ഒബ്ജക്റ്റ് എഴുതി. ഇനി ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തെ എന്ത് ചെയ്യും, നമ്മുടെ പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണ് കിടക്കുന്നതെങ്കിൽ പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപം ഏതൊക്കെയാണ്. ഈയുടെ ഐയുടെ ഒബ്ജക്റ്റ് രൂപം ഏതാണ് കുട്ടികൾ. ഐയുടെ ഒബ്ജക്റ്റ് രൂപം, ഐയുടെ ഒബ്ജക്റ്റ് രൂപം മീ ആണ്. വി ആണെങ്കിൽ വിയുടെ ഒബ്ജക്റ്റ് രൂപം അസ് ആണ്. യു ആണെങ്കിൽ വി ആണെങ്കിൽ അസ്. ഇനി അടുത്ത് യു ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം ഏതാണ്, യു ആണ്. യു ആണെങ്കിൽ യു തന്നെ. ഇനി ഹി ആണെങ്കിലോ, ഹി ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം ഏതാണ്, ഹിം ആണ് കേട്ടോ. ഹി ആണെങ്കിൽ ഹിം. ഇനി അതേപോലെ ഷീ ആണെങ്കിലോ കുട്ടികളെ, ഷീ ആണെങ്കിൽ ഹെർ ആണ് കേട്ടോ, ഹെർ. ഇനി ഇറ്റ് ആണെങ്കിലോ, ഇറ്റ് തന്നെ. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ. ദേ ആണെങ്കിലോ ദം. ദേ ആണെങ്കിൽ എന്തെന്ന് പറയുക, ദം ആണ് കേട്ടോ അതിന്റെ ഒബ്ജക്റ്റ് രൂപം. അപ്പം ഈ പ്രോനൗൺ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇതുപോലെയുള്ള ഒബ്ജക്റ്റ് രൂപങ്ങളാണ് കിടക്കുന്നതെങ്കിൽ ഏത് മീ എന്നോ അസ് എന്നോ അതുപോലെ യു എന്നോ അതുപോലെ ഹിം എന്നോ അതുപോലെ ഹെർ എന്നോ അതുപോലെ ഇറ്റ് ദം ഇതുപോലെയുള്ള ഒബ്ജക്റ്റ് രൂപങ്ങളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് എഴുതുമ്പം അതിന്റെ സബ്ജക്റ്റ് രൂപമാണ് എഴുതേണ്ടത്. ഇപ്പൊ എ നോവലിന്റെ സ്ഥാനത്ത് മീ എന്നാണ് കിടക്കുന്നതെങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കുക, അതിന്റെ സബ്ജക്റ്റ് രൂപം ഏതാണ്, ഐ ആക്കി കൊടുക്കണം. ഇനി എ നോവലിന്റെ സ്ഥാനത്ത് അസ് ആണ് കിടക്കുന്നതെങ്കിലോ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്തായി കൊടുക്കുക, വി എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പാസീവ് വോയിസിലാണേ. ഇനി യു എന്നാണ് കിടക്കുന്നതെങ്കിൽ യു തന്നെ എഴുതുക. ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ചോദ്യത്തില് ഹിം ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ഹി എന്നാക്കി കൊടുക്കുക ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്. അപ്പൊ ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താം, വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്, അതങ്ങ് എടുത്തെഴുതുക. പേരുകളാണെങ്കിൽ നോക്കണ്ട, മാറ്റം ഇല്ലാണ്ട് എഴുതാം. എ നോവൽ ആണെങ്കിൽ നോവൽ എന്ന് എഴുതാം. രാഹുൽ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് രാഹുൽ ആണ് കിടക്കണമെങ്കിൽ രാഹുൽ എന്ന് തന്നെ എഴുതാം. പെൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ പെൻ എന്ന് തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെയുള്ള പേരുകളാണെങ്കിൽ മാറ്റമില്ല. പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണ് ഒബ്ജക്റ്റിന്റെ സെന്റൻസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നതെങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, അതിന്റെ സബ്ജക്റ്റ് എടുത്തെഴുതുക. അടുത്ത എന്താണ് കുട്ടികളെ, ഓക്സിലറി വെർബാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ അടുത്ത് ഓക്സിലറി എങ്ങനെ എഴുതാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ
നമ്മൾ ഈ സെന്റൻസിൽ എന്ത് ചെയ്യും, ഇതൊരു ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഓക്കെ, ഇതില് രാഹുലിനനുസരിച്ചാണ്, രാഹുൽ ഈസ് റൈറ്റിംഗ് എ നോവൽ. കണ്ടല്ലോ, ഈ സെന്റൻസിൽ രാഹുലിനനുസരിച്ചാണ് ഈസ് എഴുതിയിരിക്കുന്നത്. രാഹുൽ സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എഴുതി. പാസീവ് വോയിസ് എഴുതുമ്പോൾ എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് തന്നിരിക്കുന്ന ഓക്സിലറി എന്ത് ചെയ്യണം? എടുത്തെഴുതണം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതണം. ഇവിടെ നോക്കിയാണ് എ നോവൽ ആണ്. എ നോവൽ എന്ന് പറഞ്ഞ സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈസി തന്നെ എഴുതി കൊടുക്കുക. ഇനി ഇവിടെ നോവൽസ് എന്നാണ് കിടക്കുന്നെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പ്ലൂറൽ ആവുന്ന എപ്പോഴാണ്? എസ് ഇട്ട് അവസാനിക്കുന്ന ഒരു വാക്കാണ് കിടക്കുന്നെങ്കിൽ അതെല്ലാം പ്ലൂറലാണ്. നോവലിന് പകരം നോവൽസ് ആണ് കിടക്കുന്നെങ്കിൽ പ്ലൂറലാണ്. അപ്പൊ ഈസ് എഴുതാൻ പറ്റുമോ? ഈസിന്റെ തന്നെ പ്ലൂറൽ ആക്കി കൊടുക്കുക. ഈസിന്റെ പ്ലൂറൽ ഏതാണ്ട്? ആറാക്കി കൊടുക്കുക. ഈസ് ആമിന്റെ പ്ലൂറല് ആറാണ്. വാസ് ആണെങ്കിലോ വേറാണ്. ഹാസ് ആണെങ്കിൽ ഹാവ് ആണ്. ഇനി എന്ത് ചെയ്യുന്നു ഇവിടെ? നമ്മുടെ വില്ലാണെങ്കില് വില്ല് തന്നെ. ഷാളാണ്, വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏത് വന്നാലും അത് തന്നെ എഴുതിയത്. അതെല്ലാം സിംഗുലാറുമാണ് പ്ലൂറലുമാണ്. ഇനി ഹാസിന്റെ പ്ലൂറൽ ഹാവ് ആണ്. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ. ഈ ഡു ഡസ് ഡിഡ് പാസീവ് വോയിസിൽ നമ്മൾ എഴുതാറില്ല, അത് എഴുതില്ല. അത് നമ്മൾ ഓക്സിലറി ആയിട്ട് എടുക്കണ്ട, അത് നമ്മൾ അങ്ങോട്ട് പറയും. ഇനി നോക്ക്, അപ്പൊ നമ്മൾ ഓക്സിലറി എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന ചോദ്യത്തില് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മള് എന്തിനനുസരിച്ച്? ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതുക. ഇനി നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ ചോദ്യം കണ്ട കുട്ടികളെ, ഹി റൈറ്റ്സ് എ നോവൽ. കണ്ടല്ല, ഹി റൈറ്റ്സ് എ നോവൽ. അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ വെർബിനനുസരിച്ച് ഓക്സിലറി കണ്ടെത്തിയത്. എങ്ങനെ കണ്ടെത്താം? നോക്ക്, തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണോ നോക്കണം. എങ്ങനെ മനസ്സിലാക്കട്ടെ സിമ്പിൾ പ്രസന്റ് ആണെന്ന്? വെർബ് V1 വരാം, അല്ലെങ്കിലോ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അല്ലെങ്കിലോ ഏതൊക്കെ ഓക്സിലറി വരാം? ഡു വരാം, അതുപോലെ ഡസ് വരാം. കണ്ടോ, ഇതാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല, വെർബ് നോക്കുക, വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ വാക്ക് എന്ന് വരാം, അല്ലെങ്കിൽ വാക്സ് എന്ന് വരാം, റൈറ്റ് എന്ന് വരാം, അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് വരാം, അല്ലെങ്കിൽ ഡു എന്ന ഓക്സിലറി വന്നിട്ടുണ്ടോ നോക്കുക. ഡു വരുന്ന സെന്റൻസുകൾ ഡു പ്ലസ് വാക്കെന്നോ അല്ലെങ്കിൽ ഡസ് പ്ലസ് വാക്കെന്നോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ നമ്മൾ ഇവിടെ ഓക്സിലറിയുടെ സ്ഥാനത്ത് ഏതൊക്കെ എഴുതാം? ഏതൊക്കെ ഓക്സിലറി എടുക്കാം കുട്ടികളെ? ഈസ് എടുക്കാം, അതുപോലെ ആം എടുക്കാം, അതുപോലെ ആർ എടുക്കാം. ഈസ്, ആം, ആർ, ഇത് മൂന്നും എഴുതാൻ പറ്റുമോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കണം. ഏതെഴുതാം കുട്ടികളെ? ഇപ്പൊ ഒബ്ജക്റ്റിനനുസരിച്ച് എഴുതണം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ അതിൽ ഏതെടുക്കാം? ഈസ് എടുക്കാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ആർ എടുക്കാം. ഒബ്ജക്റ്റ് ഐ വന്നാൽ മാത്രം ആം എടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ ഓക്സിലറി വെർബ് കണ്ടെത്തി എഴുതണം. എങ്ങനെ കണ്ടെത്താം? സെന്റൻസിനനുസരിച്ച് കണ്ടെത്താം. സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓക്സിലറി എടുക്കാം? ഈസ്, ആം, ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒബ്ജക്റ്റിനനുസരിച്ച് എഴുതുക. രണ്ടാമത് ഒരു സെന്റൻസ് കൊണ്ടുണ്ട്, വെർബ് V2 വരാം. ഏത് വരാടെ? വെർബ് V2 വരാം, അല്ലെങ്കിലോ വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? വാസ് എടുക്കാം, അതുപോലെ വേർ എടുക്കാം. വാസ് അല്ലെങ്കിൽ വേർ എടുക്കാം, വാസ് അല്ലെങ്കിൽ വേർ എടുക്കാം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ഓക്സിലറി ആയിട്ട് വാസ് അല്ലെങ്കിൽ വേർ എടുക്കാം. സിമ്പിൾ പാസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് നോക്കിയാൽ മതി. വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വാസ് അല്ലെങ്കിൽ വേർ എടുക്കാം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് എഴുതുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ എഴുതുക. അപ്പം തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഇപ്പൊ ഈസ്, ആം, ആർ, വാസ്, വേർ, അതുപോലെ ഹാസ്, ഹാവ്, ഹാഡ്, അതുപോലെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഇതിൽ ഏതെങ്കിലും വരുന്ന സെന്റൻസുകളാണ് നിങ്ങൾ പേടിക്കേണ്ട. ആ ഓക്സിലറി തന്നെ നിലനിർത്താം. എന്തിനനുസരിച്ച്? ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതാം. ഇനി ഓക്സിലറി ഇല്ലാത്തതാണെങ്കിലോ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ഈസ്, ആം, ആർ എടുക്കാം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ എടുക്കാം. അപ്പൊ നമ്മൾ നോക്കി ഈ ചോദ്യം കണ്ടാ തന്നിരിക്കുന്നതിൽ രാജു അല്ലെങ്കിൽ ഹി റൈറ്റ്സ് എ നോവൽ.
ഇവിടെ റൈറ്റ്സ് ആണ് കിടക്കുന്നത്. കണ്ട എസ്സിൽ അവസാനിക്കുന്ന വെർബ്. എസ്സിൽ അവസാനിക്കുന്ന വെർബ് ആണെങ്കിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? ഈസ് എടുക്കാന്ന് പറഞ്ഞു, അതുപോലെ ആം എടുക്കാന്ന് പറഞ്ഞു, അതുപോലെ ആർ എടുക്കാന്ന് പറഞ്ഞു. ഇനി നോക്കിയാണ്ട് എ നോവൽ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. എ നോവൽ സിംഗുലാർ അല്ലേ? സിംഗുലാർ ആയതുകൊണ്ട് ഇതിൽ ഏതെടുക്കാം? ഈസ് വെച്ചിട്ട് എഴുതാം. എ നോവൽ ഈസ് അവിടെ ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത് നമ്മള് പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ സാധനം നോക്കിയോ? തന്നിരിക്കുന്ന ചോദ്യത്തില് ഓക്സിലറി വെർബായിട്ട് ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ ഏതൊക്കെ ഓക്സിലറി വരാൻ കുട്ടികളെ? ഈസ്, ആം, ആറ്, വാസ്, വേർ. ഇതാ കിടക്കണ്ട. ഈസ്, ആം, ആറ്, വാസ്, വേർ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിലാണ് കേട്ടോ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, വാസ്, വേർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതുക? അവിടെ ബീയിങ് എടുത്തെഴുതുക. ഏതെടുത്തെഴുതാൻ കുട്ടികളെ? ബീയിങ് എടുത്തെഴുതുക. തന്നിരിക്കുന്ന ചോദ്യത്തില് ഈസ്, ആം, ആറ്, വാസ്, വേർ ഉണ്ടെങ്കിൽ ബീയിങ് എഴുതി കൊടുക്കുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കുക? ബീൻ എടുത്തെഴുതുക. ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ എന്തെടുത്തെഴുതി കൊടുക്കുക? ബീൻ എടുത്തെഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ വില്ല് മുതൽ ഓട്ടിറ്റു വരെയുള്ള ഓക്സിലറി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബി എടുത്തെഴുതുക. ആ ഓക്സിലറി എടുത്തിട്ട് ബി എഴുതുക. അപ്പൊ നോക്കി, നമുക്ക് തന്നിരിക്കുന്ന ഇവിടത്തെ രാഹുൽ ഈസ്, ഇവിടെ ഈസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏത് ചേർക്കാം? ബീങ്. ഇവിടെ ഹാസ് ആണ് വരുന്നെങ്കിൽ ബീന്. ഇവിടെ എന്ത് ചെയ്യുന്നു? വില്ലാണ് വരുന്നെങ്കിൽ ബി ചേർത്ത് കൊടുക്കുക. ഇനി നോക്കിയാണ് കുട്ടികളെ, പ്ലസ് ഓർ മൈനസ് അല്ലേ എന്റെ അർത്ഥം. ചില സെന്റൻസിൽ ഇത് എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? ഓക്സിലറി വെർബ് കണ്ടെത്തി എഴുതുന്ന സെന്റൻസിൽ ഏതാണ്ടേ? അതായത് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റോ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റോ ആണെങ്കിൽ നമ്മൾ ഓക്സിലറി കണ്ടെത്തിയില്ലേ എഴുതണം. നമ്മൾ പറഞ്ഞില്ലേ വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വന്നു കഴിഞ്ഞാൽ ഈസ്, ആം, ആറ് ഇവയിൽ ഒന്ന് എടുത്ത് എഴുതാം. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വന്നു കഴിഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേറെ എഴുതാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് അത്തരത്തിലുള്ള സെന്റൻസുകളാണെങ്കിൽ ബീയിങ് ചേർക്കണ്ട, ബീന് ചേർക്കണ്ട, ബി ചേർക്കണ്ട, ഇവിടെ ഒന്നും ചേർക്കണ്ട. ഈ വാക്കുകളൊന്നും വേണ്ട. അതായത് ഈ സെന്റൻസിൽ നമ്മൾ ഓക്സിലറി കണ്ടെത്തുന്നത് ഹി റൈറ്റ്സ് എ നോവൽ. ഇവിടെ നമ്മൾ ഈ സെന്റൻസിന്റെ പാസീവ് എഴുതുമ്പം ബീയിങ് ഒന്നും ചേർക്കണ്ട. അപ്പം ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ, അതായത് സിമ്പിൾ പ്രസന്റോ സിമ്പിൾ പാസ്റ്റോ ആണെങ്കിൽ ഈ വാക്കുകളൊന്നും ചേർക്കണ്ട. ഓക്കെ, ഇപ്പൊ ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാം? വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അത് പേരാണെങ്കിൽ മാറ്റമില്ലാതെ എടുത്തെഴുതാം. അതൊരു പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപങ്ങളാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം പാസീവ് വോയിസിൽ എടുത്തെഴുതാൻ. ഇനി ഓക്സിലറി വെർബ് എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി ഇല്ല എങ്കിൽ സിമ്പിൾ പാസ്റ്റോ സിമ്പിൾ പ്രസന്റോ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആം, ആർ ഇവയിൽ ഒന്ന് ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതാം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഇവയിൽ ഒന്ന് ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് ഓക്സിലറി വെർബ് ഏത് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ചോദ്യത്തില് ഓക്സിലറി വെർബായിട്ട് ഈസ്, ആം, ആറ്, വാസ്, വേർ ഉണ്ടെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കുക? പാസീവ് വോയിസിൽ ബീയിങ് എടുത്തെഴുതുക, ബീയിങ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ ബീൻ എടുത്തെഴുതുക. ഇനി വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വന്നിട്ടുണ്ടെങ്കിൽ ബി ചേർത്ത് കൊടുക്കുക. ഇനി ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസ്, അതായത് ഈസ്, ആം, ആറ്, വാസ്, വേർ എന്നീ ഓക്സിലറി നമ്മൾ കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണ്. അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ഇങ്ങനെയുള്ള സെന്റൻസുകളാണെങ്കിൽ ഇവിടെ ഒന്നും ചേർക്കണ്ട. ഇനി എന്താണ് വളരെ V3 എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസിൽ എപ്പോഴും വെർബ് V3 ആയിരിക്കണം. തന്നിരിക്കുന്ന വെർബിന്റെ V3 രൂപം എടുത്തെഴുതുക. റൈറ്റിങ്ങിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ് കുട്ടികളെ? റിട്ടൺ. ഇവിടെ റൈറ്റ്സ് ആണെങ്കിലും റിട്ടൺ ആക്കുക. സിംഗ് ആണെങ്കിൽ സങ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് എടുത്തെഴുതേണ്ടത്. തന്നിരിക്കുന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതുക. ഇനി എന്താണ് ഈ പ്ലസ് ഓർ മൈനസ് RPS? ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. RPS എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് എന്നാണ് കേട്ടോ. RPS റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് എന്നാണ് അർത്ഥം കേട്ടോ. എന്താണെന്ന് നോക്കിയോ? തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് മാത്രം മാറ്റി നിർത്തുക. ആദ്യം കിടക്കുന്ന വാക്കുകളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് മാത്രം മാറ്റി നിർത്തുക. വേറെ എന്തെങ്കിലും ആ സെന്റൻസിൽ എടുത്തെഴുതാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഉണ്ടെങ്കിൽ എഴുതാൻ, ചില സെന്റൻസിൽ കാണൂല, കാണാത്ത സെന്റൻസിൽ എഴുതണ്ട, ഉള്ള സെന്റൻസിലാണെങ്കിൽ എഴുതുക. അപ്പം നമ്മൾ ഇത്രയും എഴുതിയിട്ട് സബ്ജക്റ്റ് മാത്രം മാറ്റി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ആ സെന്റൻസിൽ റിമൈനിങ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റമില്ലാതെ എടുത്തെഴുതുക. ഓക്കെ, ഈ സെന്റൻസിൽ നമ്മൾ എ നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, അത് എഴുതി. എന്ത് ചെയ്യുന്നൂടെ? ഈസ് എഴുതി. റൈറ്റിംഗ് എന്ത് ചെയ്യുന്നൂടെ? ബീയിങ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് റൈറ്റിംഗ് എഴുതി. റൈറ്റിംഗിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ എഴുതി.
ഇനി രാഹുൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആ സെന്റൻസിലുണ്ടാ? ഇല്ല. ആ സെന്റൻസിൽ അപ്പൊ RPS ഇല്ല. ഇത് ഈ സെന്റൻസിൽ RPS ഇല്ല. ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ലാസ്റ്റ് ബൈ ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത്രയും നിർബന്ധമുള്ള ഭാഗമല്ല. ബൈ ചേർത്തിട്ട് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏറ്റവും അവസാനം എഴുതി കൊടുക്കുക. പേരാണെങ്കിൽ അതുപോലെ എഴുതുക. പ്രോനൗണുകളാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം വേണം എവിടെ എഴുതാൻ. നമ്മൾ നേരത്തെ മാറ്റിയ പോലെ ഇപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ നമ്മൾ ഇവിടെ പാസീവ് വോയിസിൽ അതിന്റെ സബ്ജക്റ്റ് ആക്കി മാറ്റി. ഇനി പാസീവ് വോയിസിൽ സബ്ജക്റ്റ് എന്തായിട്ട് മാറുന്നു? ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. പേരുകളിൽ മാറ്റമില്ല. പേരാണെങ്കിൽ അതുപോലെ എഴുതും. ഇവിടെ ഹി ആണ് കിടക്കുന്നത്. ഹി ബൈ എന്തായിട്ട് കൊടുക്കണം? ഹിം ആക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പാസീവ് വോയിസ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ നമ്മൾ വലിയ ഒരു കാര്യമാണ് ചെറിയൊരു ഇക്വേഷനിലൂടെ പഠിച്ചത്. അപ്പൊ പറഞ്ഞേ എന്തെന്ന് പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ ഇങ്ങനെ: ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇനി നോക്കിയേ, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് വോയിസ് എഴുതാനാണ് കേട്ടോ. നോക്കിയേ, ആദ്യം തന്നിരിക്കുന്ന ചോദ്യം വായിക്കുക, എന്നിട്ട് അതിന്റെ പാർട്സ് എഴുതുക, എന്നിട്ട് ഇക്വേഷൻ അനുസരിച്ച് ചെയ്താൽ. നമുക്ക് ആദ്യം ആ ഇക്വേഷൻ ഒന്ന് ഇവിടെ മുകളിൽ എഴുതി വയ്ക്കാം. എങ്ങനെയാണ്? ആദ്യം എന്ത് എഴുതണം കുട്ടികളെ? ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റിൽ എന്തൊക്കെ? ബീയിങ്, അതുപോലെ ബീന്, അതുപോലെ ബി, അതുപോലെ V3, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് RPS, അത് കഴിഞ്ഞിട്ട് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതല്ലേ ഇക്വേഷൻ? സബ്ജക്റ്റ്. ഓക്കെ. ഇനി നോക്കിയേ, ആദ്യ ചോദ്യം ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ ഹി എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഹി ആദ്യമേ അണ്ടർലൈൻ ചെയ്ത് എഴുതി വയ്ക്കുക, സബ്ജക്റ്റ് ആണ്. ഈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടേ? ഓക്സിലറി വെർബാണ്. ഇതേപോലെ നിങ്ങൾ എഴുതാം. റൈറ്റിംഗ് എന്ന് പറയുന്നത് വെർബാണ്. എ ലെറ്റർ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഇക്വേഷൻ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് ഏതാണ്ടേ? എ ലെറ്റർ എഴുതി. എ ലെറ്റർ. അടുത്ത് എന്ത് എഴുതണം? ഓക്സിലറി വെർബ്. എ ഓക്സിലറി ഉള്ള സെന്റൻസ് ആണ്, അതുകൊണ്ട് ആ ഓക്സിലറി തന്നെ എഴുതാം. എ ലെറ്റർ സിംഗുലാർ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഈസ് തന്നെ എഴുതാം. അതുകൊണ്ട് ഈസ് എഴുതി. ഇനി അടുത്ത് നോക്കിയേ, ചോദ്യത്തിനകത്ത് ഈസ് ഉള്ളതുകൊണ്ട് ബീയിങ് ബീന് ബിയിൽ ഏത് ചേർക്കാം? ബീയിങ് ചേർക്കാം. ബീയിങ്. എ ലെറ്റർ ഈസ് ബീയിങ്. ഇനി നമുക്ക് V3 ഏതാണ്ടേ? റൈറ്റിംഗിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ. റിട്ടൺ. ഇനി RPS വല്ലതും ഉണ്ടോ? ഹി എന്ന സബ്ജക്റ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ബൈ ചേർത്ത്, ബാക്കി RPS ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. ബൈ ചേർത്ത് എഴുതുക. ബൈ ചേർത്ത് ഹി എന്തായിട്ട് മാറും കുട്ടികളെ? ഹി ആണെങ്കിൽ ഹിം ആക്കി കൊടുക്കണം. ഈ ബൈ ഹിം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നു? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഉത്തരം കിട്ടി. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയേ, ദേ ആർ സിംഗിങ് എ സോങ്. ദേ ആർ സിംഗിങ് എ സോങ്. നിങ്ങൾ എന്നോടൊപ്പം എഴുതി നോക്കണേ. ദേ ആർ സിംഗിങ് എ സോങ്. അപ്പൊ ദേ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ് ആണ്. സിംഗിങ് എന്ന് പറയുന്നത് എന്താണ്? വെർബ് ആണ്. എ സോങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ആദ്യം ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാണ്ടേ? എ സോങ്. എ സോങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്സിലറി എഴുതണം. എ സോങ് സിംഗുലാർ ആണ്. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. തന്നിരിക്കുന്ന ഓക്സിലറി പ്ലൂറൽ ആണ്. ആറിന്റെ സിംഗുലാർ രൂപം ഏതാണ്? ഈസ്. അപ്പൊ നമ്മൾ ഈസ് എഴുതി. എ സോങ് ഈസ്. എങ്ങനെ ഈസ് ആയെന്ന് മനസ്സിലായില്ല? ഇവിടെ ദേ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആർ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടുള്ള എ സോങ് എഴുതുമ്പോൾ അത് സിംഗുലാർ ആയതുകൊണ്ട് ആറ് മാറിയിട്ട് അതിന്റെ തന്നെ സിംഗുലാർ രൂപം ഈസ് ആയി. ഈസ് ആമിന്റെ പ്ലൂറലാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ. വാസിന്റെ പ്ലൂറൽ വേർ. ഹാസ് ആണെങ്കിൽ ഹാവ്. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെയാണ്. വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ഓക്സിലറി അത് തന്നെ എഴുതുക. വില്ലാണെങ്കിൽ വില്ല് തന്നെ, ഷാൾ ആണെങ്കിൽ ഷാൾ തന്നെ, വുഡ് ആണെങ്കിൽ വുഡ് തന്നെ എഴുതുക. ഓക്കെ. ഇനി നോക്ക്, ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ 6 വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബീയിങ് ബീന് ബിയിൽ ഏത് ചേർക്കാം? ബീയിങ് എഴുതി. ബീയിങ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? V3. സിംഗിങ്ങിന്റെ മൂന്നാമത്തെ രൂപം സങ്. SUNG. സങ്. സിംഗിന്റെ 3 രൂപം സിംഗ്, സാങ്, സങ് ആണ്. ഇനി നോക്ക്, ദേ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അതിനകത്തുണ്ടാ? സബ്ജക്റ്റ് ഒഴികെ വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബൈ ചേർത്തു. ബൈ ദേ എന്തായിട്ട് മാറും? ദം. ഉത്തരമായിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ദം. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കിയേ, ഗീതു വിൽ സോൾവ് ദ പ്രോബ്ലം. അവിടെ ഗീതു എന്ന് പറയുന്ന ആദ്യം പാർട്ട് പറ. ഗീതു എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ഇനി സോൾവ് എന്ന് പറയുന്ന വെർബ് ആണ്, ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഇനി നോക്കിയേ, നമ്മൾ പാസീവ് എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതി? എ പ്രോബ്ലം. എ പ്രോബ്ലം എഴുതി.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ? ഓക്സിലറി എഴുതണം. വില്ല് സിംഗുലാറും ആണ് പ്ലൂറലാണ്, അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട, വില്ല് തന്നെ എഴുതി. ഇനി ചോദ്യത്തില് വില്ല് വന്നുകൊണ്ട് എന്ത് ചേർക്കുക? എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്, ആം, ആറ്, വാസ്, വേറ് വന്നിട്ടുണ്ടെങ്കിൽ, ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ബീയിങ്. ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ ബീന്. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വന്നാൽ ബി. അപ്പൊ വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏതാണ്? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ടിറ്റ്. ഇത്രയാണ് വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി. അറിയാം നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചേർത്തൂടെ? ബി ചേർത്തു. എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇനി അടുത്ത എ പ്രോബ്ലം വിൽ ബി. ഇനി അടുത്ത് സോൾവിന്റെ മൂന്നാമത്തെ രൂപ ഏത്? സോൾവ്. ഇനി എന്ത് ചെയ്യുന്നു ഇവിടെ? ഇനി ഗീതു അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ആ സെന്റൻസിൽ? ഇല്ലാത്തോണ്ട് ബൈ ചേർത്ത് ഗീതു. ബൈ ഗീതു. കിട്ടിയാ? എ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് ബൈ ഗീതു. എ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് ബൈ ഗീതു. അടുത്ത ചോദ്യം നോക്കിയേ. they have examined the case in detail. നോക്ക്, they have examined the case in detail. ഇവിടെ they എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? they എന്ന് പറയുന്നത് എന്തുകൊണ്ടേ? സബ്ജക്റ്റ് എഴുതി വെച്ചു. ഇനി have എന്ന് പറയുന്നതാണെങ്കിലോ ഓക്സിലറി വെർബ്. എക്സാമിൻഡ് എന്ന് പറയുന്നതാ വെർബ്. ദ കേസ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. ഇൻ ഡീറ്റെയിൽ എന്ന് പറയുന്ന RPS. അവിടെ RPSും കൂടെ ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കിയേ എങ്ങനെ എഴുതാം? ആദ്യം ഒബ്ജക്റ്റ് എഴുതി, ദ കേസ്. ദ കേസ്. അടുത്ത് എന്ത് ചെയ്യണം അവിടെ? ഓക്സിലറി വെർബ്. ദ കേസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. കേസസ് എന്നായിരുന്നെങ്കിൽ പ്ലൂറലാണ്. ഹാവ് പ്ലൂറലാണ്. അപ്പൊ ഹാവിന്റെ സിംഗുലാർ ആക്കി മാറ്റണം. ഹാവിന്റെ സിംഗുലാർ ഏതാണ്ടേ? ഹാസ്. ദ കേസ് ഹാസ്. ഇനി ചോദ്യത്തിനകത്ത് ഹാസ്, ഹാവ്, ഹാഡ് എന്ന് എന്ത് ചേർക്കാൻ പറഞ്ഞു? ബീൻ ചേർക്കാൻ പറഞ്ഞു. അപ്പൊ ബീൻ. ദ കേസ് ഹാസ് ബീൻ. ഇനി എക്സാമിന്റെ മൂന്നാമത്തെ രൂപ എക്സാമിൻഡ് തന്നെയാണ്. എക്സാമിൻഡ്. ഇനി RPS ഉണ്ട്. RPS ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ എഴുതി. ഇൻ ഡീറ്റെയിൽ. അതൊരു മാറ്റവും ഇല്ല. ഇൻ ഡീറ്റെയിൽ. ബൈ ഹിം. ബൈ ദം. ഹിം അല്ല, ദം. അപ്പൊ നമുക്ക് ഉത്തരം എങ്ങനെ കിട്ടുന്നുണ്ടേ? ദ കേസ് have been, sorry, has been. The case has been examined in detail by them. Okay, അടുത്ത ചോദ്യം നോക്കിയേ. He solves the problem. നോക്ക്, he എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ആണ്, എഴുതി വെച്ചു. ഇനി സോൾവ്സ് എന്ന് പറയുന്ന വെർബ് ആണ്. എസ്സിൽ അവസാനിക്കുന്നുണ്ട്. ആ ഓക്സിലറിയും കൂടെ മുകളിൽ എഴുതി വെക്കാം. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളൊന്നും ഏതൊക്കെ ഓക്സിലറി എടുക്കാന്ന് പറഞ്ഞു? ഈസ് എടുക്കാം, അല്ലെങ്കിൽ ആം എടുക്കാം, അതേപോലെ ആറും എടുക്കാം. നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുകയാണ് ഓക്സിലറി. കാരണം എസ്സിൽ അവസാനിക്കുന്ന വെർബായുണ്ട്. ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇനി ദ പ്രോബ്ലം സിംഗുലാർ അല്ലേ കുട്ടികളെ? അപ്പൊ നമ്മൾ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോ ആദ്യം ഒബ്ജക്റ്റ് എഴുതി. എന്ത് എഴുതി? ദ പ്രോബ്ലം. എഴുതി. ഇനി അടുത്ത് നോക്ക്, എന്ത് ചെയ്യുന്നൂടെ? ഇനി ദ പ്രോബ്ലം ഓക്സിലറി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓക്സിലറി ഇല്ലാത്ത സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് അല്ലേ? ദ പ്രോബ്ലം സിംഗുലാർ ആയതുകൊണ്ട് ഈസ്, ആം, ആറിൽ ഏതെടുക്കാം? ഈസ് എടുക്കാം. ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പൊ നമ്മൾ ഈസ് എഴുതി. ദ പ്രോബ്ലം ഈസ്. ഇനി ബീയിങ്, ബീന്, ബി വല്ലതും വേണോ? കാരണം ഓക്സിലറി ഇല്ലാത്ത സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടെത്തി എഴുതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഭാഗം വേണ്ട. ബീയിങ് ഒന്നും വേണ്ട. അടുത്ത വെർബിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ്? സോൾവ്സിന്റെ മൂന്നാമത്തെ രൂപം സോൾവ്ഡ് എഴുതി. ഇനി എന്ത് എഴുതണം അവിടെ? സോൾവ്ഡ്. ഇനി എന്ത് ചെയ്യണം? ഹി അല്ലാണ്ട് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് അതിനകത്തുണ്ടോ? ഇല്ലാത്തോണ്ട് നമ്മള് RPS ഇല്ല. ബൈ ഹി എന്തായിട്ട് മാറും? ഹിം. ബൈ ഹിം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നു? എ പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ഹിം. ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയേ. മഞ്ജു സ്റ്റാർട്ടഡ് എ ജോബ്. മഞ്ജു എന്ന് പറയുന്നത് സബ്ജക്റ്റ്. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് വെർബ് V2 ആണ്. ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതൊക്കെയുണ്ട്? ഏതൊക്കെ? വാസ് ഉണ്ട്. പാസീവ് വോയിസ് അനുസരിച്ച് വേറുണ്ട്. നമ്മൾ പാസീവ് വോയിസ് കണ്ടെത്താനാണ് ഇങ്ങനെ ഒരു രീതി പറയുന്നത്. വാസ് അല്ലെങ്കിൽ വേറെ. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് വാസ് അല്ലെങ്കിൽ വേറെ എടുത്തു. എ ജോബ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ്. ഇനി എ ജോബ് സിംഗുലാറും ആണ്. നമ്മൾ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? എ ജോബ്. വാസ് വേറെ ഏത് എഴുതാം? ജോബ് സിംഗുലാർ ആയതുകൊണ്ട് വാസ് എഴുതാം. എ ജോബ് വാസ്. ഇനി വാസ് കണ്ടെത്തി എഴുതിയോണ്ട് നമ്മൾ ബീയിങ് ഒന്നും ചേർക്കണ്ട. എ ജോബ് വാസ് സ്റ്റാർട്ടഡ്. എ ജോബ് വാസ് സ്റ്റാർട്ടഡ്. ഈ വെർബിന്റെ മൂന്നാമത് സ്റ്റാർട്ടഡ്. എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ടഡ് ബൈ മഞ്ജു. അപ്പൊ നമുക്ക് ഉത്തരം എങ്ങനെ ഇട്ടെന്ന് പറയാം? എ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ മഞ്ജു. ഉത്തരമായിട്ട് വരും.
അടുത്ത ചോദ്യം നോക്കിയേ, രാഹുൽ വാസ് റൈറ്റിംഗ് നോവൽസ്. രാഹുൽ വാസ് റൈറ്റിംഗ് നോവൽസ്. രാഹുൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വാസ് ഓക്സിലറി ആണ്, റൈറ്റിംഗ് വേർബ് ആണ്, നോവൽസ് ഒബ്ജക്റ്റ് ആണ്. എസിൽ അവസാനിക്കുന്നുണ്ട്, അത് പ്ലൂറൽ ഒബ്ജക്റ്റ് കൂടിയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? നോവൽസ്. നോവൽസ്. ഇനി നോവൽസ് പ്ലൂറൽ ആയതുകൊണ്ട് വാസ് എന്ന ഓക്സിലറി എടുത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പ്ലൂറൽ ഏതാണ്? വെയർ ആക്കി കൊടുത്തു. നോവൽസ് വെയർ. ഇനി ചോദ്യത്തിനകത്ത് ഈസ്, ആം, ആർ, വാസ്, വെയർ ഒന്ന് എന്ത് ചേർത്ത് കൊടുക്കാം? ബീയിങ് ചേർക്കാം. നോവൽസ് വെയർ ബീയിങ്. റൈറ്റിംഗിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ. നോവൽസ് വെയർ ബീയിങ് റിട്ടൺ ബൈ എന്ത്? രാഹുൽ. പേരായതുകൊണ്ട് രാഹുൽ. നമുക്ക് ഉത്തരം എങ്ങനെ ഇടുന്നു? നോവൽസ് വെയർ ബീയിങ് റിട്ടൺ ബൈ രാഹുൽ. അടുത്ത ചോദ്യം നോക്കിയേ, അഖിൽ ക്യാൻ സിംഗ് എ സോങ്. അഖിൽ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി ആണ്. ഇനി സിംഗ് എന്ന് പറയുന്ന വേർബ് ആണ്. എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ സോങ്. ഇനി ക്യാൻ എന്ത് ചെയ്യും? സിംഗുലാറും ആണ് പ്ലൂറലും ആണ്, അതുകൊണ്ട് ക്യാൻ എന്ന് എഴുതി. എ സോങ് ക്യാൻ. ഇനി ക്യാൻ വന്നുകൊണ്ട് എന്ത് ചേർത്ത് കൊടുക്കാം? ബീയിങ്, ബീന് ബിയില് ബി ചേർത്ത് കൊടുക്കും. എ സോങ് ക്യാൻ ബി. സിംഗിന്റെ മൂന്നാമത്തെ രൂപം സങ് ആണ് കേട്ടോ. എ സോങ് ക്യാൻ ബി സങ് ബൈ അഖിൽ. ഓക്കെ, എ സോങ് ക്യാൻ ബി സങ് ബൈ അഖിൽ. എ സോങ് ക്യാൻ ബി സങ് ബൈ അഖിൽ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ, രാമു ഡസ് റൈറ്റ് എ പോയം. ഇവിടെ രാമു എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ആണ്. ഡസ് വരുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഏതൊക്കെ ഓക്സിലറി മുകളിൽ എഴുതി വെച്ചാൽ നമുക്ക് തെറ്റൂല. ഈസ് വരാം, ആം വരാം. അതായത് ഡു ഡസ് ഡിഡ് ഒന്നും പാസീവ് വോയിസിൽ നമ്മൾ എടുക്കാറില്ല, ഓക്സിലറി ആയിട്ട് എടുക്കാറില്ല. ഇനി എന്ത് ചെയ്യുന്നു ഇവിടെ? അതേപോലെ എന്ത് ചെയ്യുന്നു? ആറും വരാം. റൈറ്റ് എന്ന് പറയുന്ന വേർബ് ആണ്. എ പോയം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെ പാസീവ് വോയിസ് എഴുതാം? എ പോയം. എ പോയം. ഇനി എ പോയം സിംഗുലാർ ആയതുകൊണ്ട് ഈസ്, ആം, ആറിൽ ഏതെടുക്കാം? ഈസ്. എ പോയം ഈസ്. സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എടുത്തു. ഇനി ഈസ് നമ്മൾ കണ്ടെത്തിയല്ലേ എഴുതിയ? ചോദ്യത്തിനകത്ത് ഓക്സിലറി ആയിട്ട് ഒന്നും വന്നിട്ടില്ല, നമ്മൾ പറഞ്ഞ ഓക്സിലറി ഒന്നും വന്നിട്ടില്ല. കാരണം പാസീവ് വോയിസിൽ ഈസ്, ആം, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, പിന്നെ അതേപോലെ എന്ത് ചെയ്യും? വില്ല് മുതൽ ഓട്ടിട്ടുള്ള ഇത്രയും ഓക്സിലറി വെച്ചേ പാസീവ് വോയിസ് എഴുതാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഓക്സിലറി ഒന്നും വന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തിയിൽ വെച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട്. നമ്മളപ്പോ ബീയിങ് ഒന്നും ചേർക്കണ്ട. അടുത്ത വെർബിന്റെ മൂന്നാമത്തെ രൂപം റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ. ഇനി ബൈ RPS ഇല്ല, ബൈ രാം. ബൈ രാം. നമുക്ക് ഉത്തരം എങ്ങനെ ഇടുന്നു? എ പോയം ഈസ് റിട്ടൺ ബൈ രാം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, സംബഡി സ്പീക്സ് ഇംഗ്ലീഷ്. സംബഡി സബ്ജക്റ്റ് ആണ്, പ്രോനൗണി തുടങ്ങിയിരിക്കുന്നു. സ്പീക്സ് എന്ന് പറയുന്ന വേർബ് ആണ്. എസിൽ അവസാനിച്ചുകൊണ്ട് ഏതൊക്കെ ഓക്സിലറി എടുക്കാൻ കുട്ടികളെ? എന്ത് ചെയ്യുന്നുണ്ട്? എസിൽ അവസാനിക്കുന്ന വെർബ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈസ് വരാം, അതുപോലെ ആം വരാം, അതുപോലെ ആറ് വരാം. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ പാസീവ് വോയിസ് എഴുതാം? ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് സിംഗുലാർ ആയതുകൊണ്ട് ലാംഗ്വേജുകളുടെ പേരെല്ലാം സിംഗുലാർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് ഓക്സിലറി എടുക്കാം? ഈസ് എടുക്കാം. ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് ഈസ്. ഈസ് നമ്മൾ കണ്ടെത്തി എഴുതിയോണ്ട് ബീയിങ് വല്ലതും വേണോ? വേണ്ട. ഇംഗ്ലീഷ് ഈസ്. സ്പീക്കിന്റെ മൂന്നാമത്തെ രൂപം സ്പോക്കൺ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ. സംബഡി ചേർക്കണമെന്നില്ല. ഈ സംബഡി, എനിബഡി, എവരിബഡി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നെങ്കിൽ അതൊന്നും ചേർക്കണം നിർബന്ധമില്ല, ചേർക്കണ്ട. അപ്പൊ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ സംബഡി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത്തരം വാക്കുകൾ പൊതുവെ ചേർക്കാറില്ല, ബൈ ചേർത്ത് ചേർക്കാറില്ല. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ പാസീവ് വോയിസ് മാത്രമാണെന്ന് പഠിച്ചത്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എങ്ങനെ കണ്ടാ തിരിച്ചറിയാം? നൗൺ അല്ലെങ്കിൽ പ്രോനൗണി തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ മാത്രം എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെ പറയാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ പ്ലസ് ഓർ മൈനസ് സബ്ജക്റ്റ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? പാസീവ് വോയിസ്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ചോദ്യം എന്ത് ചെയ്യുന്നത്? എഴുതിയെടുത്ത് എല്ലാത്തിന്റെ ആൻസർ സ്വന്തമായിട്ട് എഴുതി നോക്കാം. ഓക്കെ, ബൈ.